വിരഹത്തിൻ ചൂടുണ്ടോ വിയർപ്പുണ്ടോ. നിങ്ങളെ പേര്? ബൊമ്മൻ അല്ലേ? വയനാട്ടിലെ ചേകാടി വഴി ബൈരക്കുപ്പയിലേക്കാണ് ഇന്നത്തെ യാത്ര പ്ലാൻ ചെയ്തിരിക്കുന്നത്. കണിയാമ്പറ്റയിൽ നിന്നും പനമരം റൂട്ടിൽ പോകുമ്പോൾ പനമരം എത്തുന്നതിന് 1 കിലോമീറ്റർ മുമ്പ് കുറച്ച് വനിതകൾ നടത്തുന്ന ഹോട്ടലാണ് ഉറി ഹോട്ടൽ. അവിടെ നിന്നും പ്രഭാത ഭക്ഷണം കഴിച്ചുകൊണ്ടാണ് യാത്ര ആരംഭിക്കുന്നത്. പോകുന്ന വഴിക്ക് തൃശ്ശൂർ സ്വദേശിയായ എൻ്റെ സുഹൃത്ത് താജുക്കയുടെ ഉടമസ്ഥയിലുള്ള തെന്നൽ ജംഗിൾ റിസോർട്ടിൽ ഒന്ന് കയറി. താജുക്കയെക്കുറിച്ച് പറയുകയാണെങ്കിൽ 2013-14 കാലഘട്ടങ്ങളിലാണ് ഞാൻ അദ്ദേഹത്തെ പരിചയപ്പെടുന്നത്. അന്ന് കൂട് എന്ന പേരിൽ ഒരു പരിസ്ഥിതി മാഗസിൻ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ പുറത്തിറക്കിയിരുന്നു. അത് സംഘടിപ്പിക്കുന്ന കൂട്ടായ്മയിലാണ്, കൂട് മാഗസിൻ സംഘടിപ്പിക്കുന്ന പരിസ്ഥിതി കൂട്ടായ്മയിലാണ് ഞാൻ ആദ്യമായി അദ്ദേഹത്തെ കാണുന്നതും ഒരുപാട് പരിസ്ഥിതി പ്രവർത്തകരുമായി സൗഹൃദം സ്ഥാപിക്കുന്നതും. അങ്ങനെയാണ് ഞാൻ വനംവകുപ്പ് സംഘടിപ്പിക്കുന്ന പല സർവേകളിലും ഭാഗമാവുന്നത്. കാട്ടിക്കുളത്തു നിന്നും ചേകാടിയിലേക്കുള്ള വഴിയിൽ ചേകാടിയിലെ സുഗുവേട്ടൻ്റെ ചായക്കടയ്ക്ക് ഏതാണ്ട് 1 കിലോമീറ്റർ അടുത്താണ് തെന്നൽ ജംഗിൾ ക്യാമ്പ് എന്ന ഈ സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത്. ഏതാണ്ട് 3.5 ഏക്കറോളം സ്ഥലത്താണ് ഈ പ്രോപ്പർട്ടി ഉള്ളത്. സാധാരണ റിസോർട്ടുകളിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഒരു പരിസ്ഥിതി സൗഹൃദ അന്തരീക്ഷമാണ് നമുക്കിവിടെ കാണാൻ കഴിയുക. നല്ലൊരു ഡൈനിങ് ഏരിയയും സ്വിമ്മിംഗ് പൂളും ഒക്കെ ഈ റിസോർട്ടിനകത്തുണ്ട്. കൂടാതെ ഹട്ടുകളും വില്ലകളുമൊക്കെയായി ഫാമിലിയായും ഗ്രൂപ്പായുമൊക്കെ 30-ൽ കൂടുതൽ ആൾക്ക് ഒരേ സമയം താമസിക്കാനുള്ള സൗകര്യം ഇതിനകത്തുണ്ട്. സുഹൃത്തുക്കളായിട്ടുള്ള ആര്യദേട്ടനും അതുപോലെ അനസുമാണ് ഈ പ്രോപ്പർട്ടിയുടെ മേൽനോട്ടം വഹിക്കുന്നത്. മെയിൻ റോഡിൽ നിന്നും ഏതാണ്ട് 500 മീറ്റർ ഉള്ളിലേക്ക് മാറിയാണ് വനാതിർത്തിയിലുള്ള ഈ സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത്. വനാതിർത്തി ആയതുകൊണ്ട് തന്നെ ധാരാളം പക്ഷികളെയും കടുവ, ആന ഉൾപ്പെടെയുള്ള പല വന്യമൃഗങ്ങളെയും ഇവിടെ വന്ന സന്ദർശകർക്ക് പല സമയത്തായി കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. തെന്നലിൽ നിന്നിറങ്ങി ചേകാടി പാലം കയറി ഗ്രാമത്തിലേക്കെത്തി. ചേകാടി വയനാട്ടിലെ ഏറ്റവും മനോഹരമായ ഗ്രാമങ്ങളിലൊന്ന്. കാടിനോട് ചേർന്നാണ് ഈ ഗ്രാമം സ്ഥിതി ചെയ്യുന്നത്. നമ്മളീ പോകുന്ന റോഡിന് ഇരുവശവും വിശാലമായ നെൽപ്പാടങ്ങളാണ്. ഏതാണ്ട് 300 ഏക്കറിൽ കൂടുതൽ നെൽകൃഷി ഈ ഗ്രാമത്തിൽ മാത്രമുള്ളതായി പറയുന്നു. മുൻപ് 3 തവണ ചേകാടിയിൽ വന്നിട്ടുണ്ടെങ്കിലും ഞാറ് നടീൽ സമയത്ത് ആദ്യമായിട്ടാണ് വരുന്നത്. ഒരുവിധം വയലുകളിലെല്ലാം ഞാറുനടിയിൽ അവസാനിച്ചിട്ടുണ്ട്. എങ്കിലും ചില സ്ഥലങ്ങളിൽ ഇവിടെ സ്ത്രീകളുടെ നേതൃത്വത്തിൽ ഞാറുനടിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. കൃത്യമായ അകലത്തിൽ ഒരു പ്രത്യേക താളത്തിൽ ഞാറ് നടന്നത് കാണാൻ ഒരു പ്രത്യേക ചെയ്യലുണ്ടായിരുന്നു. അവരുടെ അനുമതിയോടുകൂടെ തന്നെ ഈ രംഗം ഞാൻ ചിത്രീകരിച്ചു. ആ കാഴ്ച ആസ്വദിച്ച് കുറച്ചു നേരം അവിടെ അങ്ങനെ നിന്നു. ഇവിടെ ഗന്ധകശാല കൃഷി ചെയ്യാറില്ലേ? ആ ചേട്ടൻ്റെ അടുത്ത് വിത്ത് ഉണ്ടാവുമായിരിക്കും അല്ലേ? അരി ആ, അപ്പം നിങ്ങൾ പാടില്ല. കൃഷിയെ ആശ്രയിച്ച് ജീവിക്കുന്ന ഒരുപാട് കുടുംബങ്ങൾ വയനാട്ടിലുണ്ട്. അവയിൽ കുറേ പേർ ആദിവാസി വിഭാഗത്തിൽപ്പെട്ടവരാണ്. ചേകാടിയിലെ കർഷകരായിട്ടുള്ള വിനോദേട്ടനും വസവണ്ണനും അവരുടെ കൃഷി രീതികളെക്കുറിച്ചും പലതരം നെൽവിത്തുകളെക്കുറിച്ചും ഇവിടുത്തെ കർഷകർ നേരിടുന്ന പ്രതിസന്ധികളെക്കുറിച്ചുമൊക്കെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തന്നു. ഇവിടെ ഈ ഫോറസ്റ്റിൻ്റെ ഏരിയ ആയതുകൊണ്ടേ
ഇങ്ങോട്ട് വന്യമൃഗങ്ങൾ ഇറങ്ങുന്ന പ്രശ്നം ഉണ്ടാവാറുണ്ടോ? പ്രശ്നം ഉണ്ടല്ലേ? ആ പിന്നെ മാനുണ്ട്, മാന. അയ്യോ, പുള്ളിമാനോ? ഇറങ്ങിയാല് മൊത്തം 100 കൂട്ടങ്ങളൊക്കെ ഉണ്ട്. അതെ, ആന ഇറങ്ങുന്നുണ്ട്. ആന ഇപ്പോൾ ഫെൻസിങ്ങുള്ളതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടില്ല അല്ലേ? അപ്പോൾ ഇതിൽ ഈ പണിയൊക്കെ എടുക്കുന്നത് ഇപ്പോൾ നമ്മുടെ കോളനിയിലുള്ള ആൾക്കാരനാണെങ്കിൽ ബംഗാളികളുള്ളവരുണ്ട്, പിന്നെ പുറത്തുനിന്ന് ഈ വർഷം കുറച്ച് ബംഗാളികൾ ഇറങ്ങി അല്ലേ? ആ, അതുകൊണ്ട് കാര്യമില്ല. പണിനേര സമയത്തിന് അവർ കിട്ടൂല. ആ, കളവരിക്കാനൊന്നും പുറത്തുനിന്ന് ഇങ്ങനെയുള്ള പരമ്പരാഗതമായിട്ട് നമ്മുടെ ഊരിലുള്ള ആൾക്കാരനാണ്. അപ്പോൾ അവരൊക്കെ ഇപ്പോൾ ഇവിടെ ആ ഭാഗത്താവുണ്ടല്ലേ ആ കൃഷി പണി ചെയ്യുന്നവർ? ആ ആ വയലവർ സ്വന്തമാണ്. അതെ. ആ, ഈ കാണുന്ന എല്ലാ വയലുകളും ഇവിടുത്തെ ഊരുകളിലുള്ള ആൾക്കാരുടെ ഉന്നതി എന്നല്ല പറയാ? ഉന്നതിയായി. ആ, ഉന്നതി പിന്നെ അല്ലാതെ ആൾക്കാരുടെ ആ ഉന്നതിക്കാർ ഇവിടെ ഒരു 18 ഏക്കർ ആ മിച്ചം പോയതാണ്. അതെയോ? മൊത്തം എത്ര ഏക്കറുണ്ട്? മൊത്തം ഒരു 300 ഏക്കർ. 300 ഏക്കറോളുണ്ട്. അത്രയും സ്ഥലത്തും മുഴുവൻ നെൽകൃഷി തന്നെ ഇറക്കും. ഇപ്പോൾ ഓരോ കുടുംബത്തിനും എത്ര സ്ഥലം ഭൂമി ഉണ്ടാവും പൊതുവെ കൃഷി ചെയ്യാനൊക്കെ? എല്ലാ കുടുംബത്തിനും അങ്ങനെ കാര്യമായിട്ടില്ല. ഇല്ല, കുറച്ച് ഭാഗം ഒരു 10-30 ഏക്കറോളം മാത്രമേ ഇവർക്ക് മിച്ചമായിട്ട് കിട്ടിയിട്ടുള്ളൂ. ഓഹോ, ഇന്നത്തെ കാലത്ത് അങ്ങനെയാണ്. കൂടുതൽ രീതിയിൽ സർക്കാരിലേക്ക് തള്ളി. ആ, അരി ഇപ്പോൾ എവിടെ കൊടുക്കുക നമ്മൾ? ഞങ്ങൾ സപ്ലൈയിൽ കൊടുക്കും. സപ്ലൈയിൽ കൊടുക്കില്ലേ? ഓ ശരി. വിലക്ക് അത്യാവശ്യം കിട്ടാറുണ്ട്? 3000 ചില്ലറയായിരുന്നു. അതൊന്നും പോരാ. ഇപ്പോൾ വളത്തിനൊക്കെ സബ്സിഡി ഇല്ല, എല്ലാത്തിനും കൂടി. ചേകാടി ഗ്രാമത്തിൽ ചെന്നാൽ നമ്മൾ സന്ദർശിക്കേണ്ട മറ്റൊരിടമാണ് അജയേട്ടൻ്റെ കാപ്പിക്കട. ചേകാടി വയലിന് തൊട്ടടുത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. എത്നിക് സ്റ്റൈലിലുള്ള ഭക്ഷണം, താമസം എന്നിവയൊക്കെ മുൻകൂട്ടി വിളിച്ചു പറഞ്ഞാൽ അജയേട്ടൻ നമുക്ക് വേണ്ടി തയ്യാറാക്കി തരും. നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അജയൻ ചേകാടി. അജയ് കുമാർ, അജയൻ ചേകാടി. നമുക്ക് മഡ് ഹൗസ് ഉണ്ട്. അതല്ലേ? അതേപോലെ തന്നെ നമുക്ക് ഫുഡ് ബുക്കിംഗ് ഉണ്ട്. ആ ശരി. അതേപോലെ തന്നെ വില്ലേജ് ടൂറുണ്ട്. അങ്ങനെ ഒത്തിരി. മഡ് ഹൗസ് ഏത് ഭാഗത്താ? മേലെയാണ്. ഇവിടെ അല്ലേ? ആ, ഇതൊരു കഴിഞ്ഞ വർഷം അത് ഉണ്ടായിരുന്നില്ലേ? കഴിഞ്ഞല്ല, 2 കൊല്ലേ? ആ, മുമ്പ് 2 കൊല്ലേ ഞങ്ങൾ വന്നിട്ട്. 20 മഡ് ഹൗസ് നിങ്ങൾ ഒന്ന് വയനാട്ടിൽ കണ്ടിട്ടുണ്ടാവും. ആ, മറ്റേ അങ്ങനെയല്ല, ആ വലുതല്ല, എത്നിക്കായിട്ടുള്ള ഗോത്രങ്ങൾ ഉണ്ടാക്കിയ സ്ഥലം അങ്ങനത്തെയാണല്ലേ? മഡ് ഹൗസിലേക്കുള്ള വഴിയാണിത്. ഇവിടെ താമസിക്കുന്നതിന് 2 പേരാണെങ്കിൽ 4000 രൂപയും 3 പേരാണെങ്കിൽ 5000 രൂപയും 4 പേരാണെങ്കിൽ 5500 രൂപയുമാണ് ചാർജ് ഈടാക്കുന്നത്. ഇതിൽ 2 നേരത്തെ ഭക്ഷണം കൂടി ഉൾപ്പെട്ടിട്ടുണ്ട്. എത്നിക് സ്റ്റൈലുള്ള ഭക്ഷണ രീതിയാണ് ഇവിടെ തുടരുന്നത്. ഇവിടെ തന്നെ കൃഷി ചെയ്തെടുത്ത നെല്ലിൽ നിന്ന് വേർതിരിക്കുന്ന അരി ഉപയോഗിച്ചാണ് ഭക്ഷണം ഉണ്ടാക്കുന്നത്. ഡബിൾ ബെഡ് അല്ലേ? ഡബിൾ ബെഡാണ്. ഇങ്ങനത്തെ എത്ര ഉള്ള റൂം? 2 റൂമുള്ളൂ. 2 റൂമാ? 2 റൂമാണ്. നമ്മൾ ഉദ്ദേശിച്ചത് വയനാട് ട്രഡീഷണൽ 7 ലെയർ മണ്ണാണ് ഇതിൻ്റെ അകത്ത്. ആദ്യം മുള പിച്ച് ചെയ്തിട്ടുണ്ട്. പഠിക്കുന്ന കാലത്ത് എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, വയനാടിൻ്റെ മൺവീടുകൾ നശിച്ചു വന്നു, അത്
വയനാടിൻ്റെ മുതൽക്കൂട്ടായി നിന്ന് ഞാൻ എപ്പോഴും അന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. ഈ വയനാടിൻ്റെ മൺവീടുകൾ ഇതുപോലെ സംരക്ഷിച്ചാൽ UN ഇതിൽ യുനെസ്കോ പട്ടികയിൽ നമ്മൾ ഇടം നേടുന്നു. പക്ഷെ ആളുകൾ ആരും കേട്ടിട്ടില്ല. അത് കാര്യമായിരുന്നു പറയാം. പല വിധത്തിലുള്ള മൺവീടായിരുന്നു. എത്ര ഗോത്രങ്ങൾ അത്രയും മൺവീടുകൾ വ്യത്യസ്തമാണ്. കാരണം പറയാം എന്നൂർ എല്ലാം ഒരേപോലെ ഉണ്ടാക്കി വെച്ച ഒരു മാതൃക കൂട്ടാണ്. അജയേട്ടൻ്റെ കാപ്പിക്കടയിൽ നിന്നും ഇറങ്ങി നേരെ പോയത് കർണാടകത്തിലെ ഒരു അതിർത്തി ഗ്രാമമായ ബൈരക്കുപ്പയിലേക്കാണ്. വയനാടിനെയും ബൈരക്കുപ്പയെയും കബനി നദിയാണ് വേർതിരിക്കുന്നത്. അങ്ങോട്ടുള്ള യാത്രയിൽ ഏറെ ദൂരം നമുക്ക് കാടിനുള്ളിലൂടെ പോവേണ്ടതായിട്ടുണ്ട്. നല്ല മനോഹരമായ കാഴ്ചയാണത്. വയനാട്ടിലെ വളരെ പ്രശസ്തമായ ടൂറിസം കേന്ദ്രമായ കുർവാ ദ്വീപ് സ്ഥിതി ചെയ്യുന്നതും ഈ റൂട്ടിൽ തന്നെയാണ്. അടുത്തിടെ റിലീസായി ഹിറ്റായ ബാലൻ ദ ബോയ് എന്ന സിനിമയിലെ പ്രധാന ഭാഗങ്ങൾ ഷൂട്ട് ചെയ്ത ബസ് സ്റ്റോപ്പും പരിസരവും ഇതിലൂടെ പോകുമ്പോൾ നമുക്ക് കാണാം. നിങ്ങളെ പേര് ബൊമ്മൻ അല്ലേ? ഈ കോളനിയുടെ ഉന്നതിയുടെ പേരെന്താ പറഞ്ഞത്? കുണ്ടുവാടിയിലെ എത്ര കുടുംബങ്ങളുണ്ട് ഇവിടെ? ഇവിടെ ആകെ 3 കുടുംബങ്ങളുണ്ട്. അത്രേ ഉള്ളൂ. ആ സമയം അവിടെ എൻ്റെ സ്കൂളിലെ 5ാം ക്ലാസ് വിദ്യാർത്ഥിനിയായ അനുശ്രീയുടെ അച്ഛനും സഹോദരനും അവിടെ ഉണ്ടായിരുന്നു. യാദൃശ്യമായിട്ടാണ് അവരെ കണ്ടത്. അവരോട് കുറേ കാര്യങ്ങൾ സംസാരിച്ചങ്ങനെ നിന്നു. ഇവിടെ ഇത് ഈ സിനിമ ഷൂട്ട് ചെയ്തിട്ടാണത് അല്ലേ? ബാലൻ സിനിമ ഇവിടെ ഒരു 2-3 മാസമൊക്കെ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു അല്ലേ? ഞാനിപ്പോൾ അടുത്ത സിനിമ കണ്ടത്. ഞങ്ങൾ പോയി കണ്ടു അല്ലേ? എവിടെ ഇവിടുന്ന് കാണണമെങ്കിൽ ഇവിടെ പോകണം? പുൽപ്പള്ളിയോ? പുൽപ്പള്ളി പോകണം. കൃഷി ഉണ്ടോ അവിടെ? കൃഷി ഇവർക്ക് മാത്രമേ ഉള്ളൂ, കൃഷി. പിന്നെ ഇവിടെ ചന്ദ്രോത്ത് ചെട്ടിയാർക്ക്. അത് നിങ്ങളൊക്കെ ഇപ്പോൾ കൂലിപ്പണി? കൂലിപ്പണിക്ക്. പെണ്ണുങ്ങളൊക്കെ നാട്ടുപണിക്കൊക്കെ പോകൂല്ലേ? അവിടെ മറസിൽ വരാറുണ്ടോ നിങ്ങൾ? ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം 2 വട്ടം പോയിരുന്നു. എല്ലാ മാസവും വരാമല്ലോ. ആ സമയത്ത് കഴിഞ്ഞ മാസം വന്നിരുന്നു, ജൂണിൽ വന്നിരുന്നോ? ജൂലൈയിലൊക്കെ ഇല്ല. തുണി കൊണ്ട് കൊടുക്കാൻ 2 തവണ പോയിരുന്നു. അതെ. ഞങ്ങൾ ഇന്ന് കൂട്ടം പോകുന്നുണ്ട്. ഉണ്ട്. അവിടെ വരുമ്പോൾ വരുന്നുണ്ടോ? അന്വേഷിച്ചാൽ മതി, പ്രിൻസിപ്പളാ ചോദിച്ചാൽ മതി. സാറിന്റെ പേരെന്താ? വിപിൻ എന്നാണ്. വിപിനാണ്. ആനയും കടുവയും ഉൾപ്പെടെയുള്ള വന്യജീവികളുടെ സാന്നിധ്യം എപ്പോഴുമുള്ള വനപാതയാണിത്. അതുകൊണ്ട് തന്നെ വനംവകുപ്പിൻ്റെ കർശന നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് വേണം ഈ വഴിയിലൂടെ യാത്ര ചെയ്യാൻ. അല്പസമയം കഴിഞ്ഞപ്പോൾ ബൈരക്കുപ്പയിലെത്തി വാഹനം പാർക്ക് ചെയ്തു. തുടർന്ന് കബനിയിലൂടെ ഒരു 10-15 മിനിറ്റ് തോണിയിൽ കയറി ഒന്ന് കറങ്ങാൻ തീരുമാനിച്ചു. ഒരാൾക്ക് 50 രൂപയാണ് ചാർജ്. കബനി നദിയുടെ കരയിലിരുന്ന് ഒരുപാട് പേര് ചൂണ്ടയിട്ട് മീൻ പിടിക്കുന്നുണ്ടായിരുന്നു. അതിവിടുത്തെ സ്ഥിരം കാഴ്ചയാണത്രേ.
ആ ആ അല്ല ഇത് ശരിക്ക് കർണാടകയുടെ സൈഡ് സൈഡ് മൊത്തം അത് ആ സൈഡ് മൊത്തം. എന്താ പാലം വരാത്തപ്പോ? പാലത്തിനൊക്കെ ആയി വന്നിട്ടുണ്ട്. അതെയോ? ആ അല്ല ഇത് വന്നു കഴിഞ്ഞാൽ മൈസൂർ റോഡ് വളരെ അല്ലേ മൈസൂർക്ക് പാലം വന്നാ അല്ലേ? പണ്ടത്തെ മാനന്തവാടി മൈസൂർ റൂട്ടില്ലേ അതല്ലേ? എൻ്റെ സ്കൂളിൽ നിന്ന് അവിടുന്ന് കുട്ടികളുണ്ട്, മരക്കടവന്ന് മുളകൊല്ലിയിൽ. അപ്പോൾ അവിടുന്ന് കുട്ടികളുണ്ട്. അവിടുന്ന് വരുന്നുണ്ട്. പെരിക്കല്ലൂരിൽ നിന്നൊരു കുട്ടിയുണ്ട്. പെരിക്കല്ലൂരിലെ കുട്ടിയുടെ അമ്മ അവിടെ പെരിക്കൽ സ്കൂളിൽ കുക്ക് കഞ്ഞി വയ്ക്കുന്ന ജോലിയാണ്. ഹയർ സെക്കൻഡറി സ്കൂളിൽ ഇപ്പം ഉണ്ട്. ഏതാണ്ട് ഒരു 15-20 മിനിറ്റ് ആയപ്പോൾ ബൈരക്കുപ്പയിലെ കടവിൽ തോണി അടുപ്പിച്ചു. ഞങ്ങളെല്ലാവരും ഇറങ്ങി. പിന്നെ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയുള്ള സ്ഥലം അന്വേഷിക്കലായിരുന്നു. അത്യാവശ്യം വേണ്ടുന്ന ചില കടകളുള്ള ചെറിയൊരു അങ്ങാടിയാണ് ബൈരക്കുപ്പയിലുള്ളത്. 2-3 ഹോട്ടലുകൾ ഉണ്ടെങ്കിലും നമ്മൾ ഉദ്ദേശിച്ച കപ്പയും മീൻകറിയൊന്നും അവിടുന്ന് കിട്ടാനുണ്ടായിരുന്നില്ല. മീനുണ്ടോ? വേറെ ഉണ്ടോ? അതെ. ഇതെന്താ മീൻ? ചെമ്പല്ലൊക്കെ ഉണ്ടായിരുന്നോ? അതെ. ചെമ്പല്ലെന്താ റേറ്റ്? അതെ. ചെമ്പല്ലെന്താ റേറ്റ്? ആ ശരി. രാവിലെ വരണം അല്ലേ? നല്ല പുഴമീനും അതുപോലെ തന്നെ കപ്പയും ഒക്കെ കഴിക്കുന്നതിനായിട്ട് ഒരു ഓട്ടോ പിടിച്ച് 1 കിലോമീറ്റർ അപ്പുറത്തുള്ള ഒരു ഹോട്ടലിലേക്ക് ഞങ്ങൾ യാത്രയായി. സുന്ദരി നീ വന്നു ഗസലായി സുർമ വരച്ച പെണ്ണേ രചന നല്ല സ്വാദിഷ്ടമായ ഫ്രഷ് സിലോപ്പിയ മീൻ ഫ്രൈയും കപ്പയും കൂടി അടിപൊളി ഭക്ഷണം ആ ഹോട്ടലിൽ നിന്ന് കിട്ടി. വയറ് നിറച്ച് ഭക്ഷണം കഴിച്ച ശേഷം ഞങ്ങൾ തിരിച്ച് കണിയാമ്പറ്റയിലേക്ക് യാത്ര തുടങ്ങി. കളബക്കൂട്ടണിഞ്ഞു കൊണ്ടുറക്കമായോ, വിരഹത്തിൻ ചൂടുണ്ടോ, വിയർപ്പുണ്ടോ, നിന്നെ വീശുവാൻ മേടക്കാറ്റിൻ വീശറിയുണ്ടോ, ഇളവന്നൂർ മഠത്തിലെ ഇണക്കുയിലേ.